कारवाई करू, कसं पाहतो तू? नाही ते तर केलंच पाहिजे होतं, पण माझं असं म्हणे सोनम सरांनी जे उपोषण तोडलं ते चांगलं केलं आहे. आमची तीच मागणी होती, कारण की त्यांची जी लाईफ आहे ती खूप जास्त व्हॅल्युएबल आहे देशासाठी, देशाच्या एज्युकेशन सिस्टमसाठी, अँड वी आर व्हेरी ग्लॅड. बट बिंग सेड दॅट आमचा जो प्रोटेस्ट आहे, आमची जी मूव्हमेंट आहे ती चालू राहील जोपर्यंत धर्मेंद्र प्रधान यांचा राजीनामा होत नाही. पण ज्या पद्धतीने सोनम वांगचुक यांच्याशी बोलणं झालं, तुला काय लूपमध्ये घेतलं गेलेलं, काय तुला भेटण्याचे हे दिले म्हणजे अपॉर्च्युनिटी दिलेली का? सरकारने आम्हाला कोणालाच भेटू दिलेलं नाही. आमची टीम पण काल गेली होती, त्यांना भेटू दिलं नाही. सरकारने त्यांना एका प्रकारे किडनॅप करून ठेवलं होतं. अपोजिशन ज्या पद्धतीचं राजकारण करतो ते म्हणतायत की अण्णा हजारे पार्ट 2 सारखा सोनम वांगचुक यांची परिस्थिती आहे. त्याबद्दल तुझं काय मत आहे? तुला नाही वाटत की या प्रकारचे स्टेटमेंट तुझा आंदोलनासाठी चुकीचे आहेत? हे आंदोलन देशाच्या युवकांचं झालेलं आहे. आता हे कुठल्या 1-2 लोकांपुरतं मर्यादित नाही राहिले, त्यामुळेच पूर्ण देशभरात प्रदर्शन होत आहे. तर हे आंदोलन आता हे देशातले जे युवक आहेत तेच पुढे घेऊन जातील. अजून एक तू सांगितलं की तुझी अटकही होऊ शकते आज रात्री. കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത്ത് ദീപ് കെയാണ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. ബാലഗോപാൽ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. ബാലഗോപാൽ പറയും. ഈ ചർച്ച അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കുന്നതായിരിക്കും. പക്ഷേ മോത്തി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഭിജിത്ത് കെ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ കുറഞ്ഞ് ഒരു വിട്ടുവീഴ്ചയ്ക്കും തങ്ങൾ തയ്യാറല്ല എന്നതാണ്. അതിന് കേന്ദ്ര സർക്കാർ അംഗീകരിക്കുമോ ഇല്ലയോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ അംഗീകരിക്കുന്നില്ല എങ്കിൽ പിന്നീട് ഈ ചർച്ച പൊളിഞ്ഞു എന്ന് നമുക്ക് ഏറെക്കുറെ ഉറപ്പിച്ച് തന്നെ പറയാൻ വേണ്ടി കഴിയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കാരണം അക്കാര്യത്തിൽ ഇനി ഒരു പിന്നോക്ക് പോക്കിന് CJPയെ സംബന്ധിച്ചിടത്തോളം സാധിക്കുന്ന ഒരവസ്ഥയല്ല നിലവിൽ ഉള്ളത്. ഇതിനിടയിൽ കേന്ദ്ര മന്ത്രിസഭാ യോഗം ഡൽഹിയിൽ ഇപ്പോൾ ചേരുന്നുണ്ട്. ആ യോഗത്തിൽ ഈ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ തടയുന്നതിനുള്ള സുപ്രധാനമായ ചില നിയമ ബില്ലുകൾ കൊണ്ടുവരുന്നുണ്ട്. അതായത് ഈ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയ ശിക്ഷ ഉറപ്പാക്കുന്ന ബില്ലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത്. ആ ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്ന് കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ നടക്കുന്നതായിരിക്കും. തുടർന്ന് ബില്ല് അടുത്ത ആഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നും ജന്തർ മന്ദറിലേക്ക് വലിയ പ്രവാഹമാണുള്ളത്. ഡൽഹിയിലെ 17 മെട്രോ സ്റ്റേഷനുകൾ നിലവിൽ അടച്ചിട്ടിരിക്കുകയാണ്. അതായത് ജന്തർ മന്ദറിന് സമീപത്തുള്ള 17ഓളം സ്റ്റേഷനുകൾ അടച്ചിട്ടിരിക്കുകയാണ്. പക്ഷേ അതൊന്നും ഈ സമരത്തെ യാതൊരു തരത്തിലും ബാധിക്കുന്നില്ല എന്ന് വേണം പറയേണ്ടത്. കനത്ത മഴ ഡൽഹിയിലുണ്ട്, എന്നിട്ടും ഈ ആളുകൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും വലിയൊരു മുന്നേറ്റമാണ് CJPയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ 48 മണിക്കൂറിനിടയിൽ ഡൽഹിയിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.